പ്രകൃതി രമണീയമായ ഒരു വനമേഖലയാണ്. വനമേഖലയുടെ താഴ്വരയാണ് ദൃശ്യങ്ങളിൽ. കേരളത്തിൽ നിന്നും അരിക്കൊമ്പനെ നാടുകടത്തി കൊണ്ട് എത്തിച്ച വനമേഖലയുടെ താഴ്വരയാണ്. ഈ വനമേഖലയുടെ പേരാണ് കളക്കാട് മുണ്ടന്തുറ ഫോറസ്റ്റ്. റിസർവ് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിൻ്റെ ഒരു പ്രദേശമാണ് ദൃശ്യങ്ങളിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന പ്രദേശത്ത് നമ്മളെ, പ്രത്യേകിച്ചും പൊതുജനങ്ങളെ പ്രവേശിക്കാൻ അനുവാദമുള്ള ഒരു പ്രദേശമല്ല. ഉദ്യോഗസ്ഥനോട് പ്രത്യേക പെർമിഷൻ മേടിച്ച് അദ്ദേഹം ക്യാമറയുടെ തൊട്ട് പിന്നാമ്പുറത്ത് തന്നെ ഉണ്ട്. കൂടുതൽ ഉള്ളിലോട്ടൊന്നും പ്രവേശിക്കാൻ അനുവദിക്കില്ല. ഈ വാതിൽക്കൽ നിന്നുകൊണ്ട് ഈ വനമേഖലയെ ചിത്രീകരിച്ച് മടങ്ങിക്കൊള്ളാനാണ് അദ്ദേഹം ആജ്ഞാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാണിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഈ ഭാഗത്തൊക്കെ കാട്ടുപന്നി തുടങ്ങിയ, കരടി തുടങ്ങിയ മൃഗങ്ങൾ ഉള്ളതായും കന്നുകാലി, മനുഷ്യർ തുടങ്ങിയവരെ ഉള്ളതായുമാണ് ഉദ്യോഗസ്ഥൻ പ്രത്യേകം താക്കീത് തന്നിരിക്കുന്നത്. അത്തരം ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ് വീഡിയോ ചിത്രീകരണം നടക്കുന്നത്. കൂടുതൽ അകത്തോട്ടൊന്നും പ്രവേശിക്കുന്നില്ല. വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെയാണ് മേലുദ്യോഗസ്ഥൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാതിൽക്കൽ നിന്നുകൊണ്ട് ചിത്രീകരിക്കാവുന്ന ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ചിത്രീകരിക്കുന്നുള്ളൂ. വീണ്ടും തടാകത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. உமாவை கூப்பிட்டு ஃபோன் பண்ணதுன்னு சொல்லிட்டு ஐயா ஃபோன் பண்ணி அனுப்புற ஒன்று தரோம் சொல்லும் போகிறேன் வீட்டில் வேலை செய்ய விட மாட்டேங்கிறாங்க உங்களுக்கு. തടാകത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത്. അരിക്കൊമ്പൻ എത്തിച്ചേർന്ന വനപ്രദേശമായ കളക്കാട് മുണ്ടന്തുറ എന്ന് പറയുന്നതാണ് ഈ വനമേഖല. ഇത് കളക്കാട് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വനമേഖലയാണ്. അതുകൊണ്ടാണ് തമിഴ്നാട് ഗവൺമെൻറ് കളക്കാട് മുണ്ടന്തുറ ഫോറസ്റ്റ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അരിക്കൊമ്പൻ ഈ വനമേഖലയും കീഴടക്കി വീണ്ടും നിശ്ചിത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയതായാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്.
ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് നല്ല കളർഫുൾ മത്സ്യം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റെഡ്, ഗ്രീൻ, യെല്ലോ തുടങ്ങിയ 3 കളർ ഉൾപ്പെടുന്ന ഒരു മത്സ്യമാണ്. പക്ഷേ വീഡിയോയ്ക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാനെങ്കിലും പരിശ്രമിക്കാം. കിട്ടുമെങ്കിൽ കിട്ടട്ടെ, ഒന്ന് ശ്രമിക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ ആ പറഞ്ഞ കളർഫുൾ മത്സ്യം. ഇത്തരം മത്സ്യങ്ങൾ പകൽ നേരത്ത് മുകൾ ഭാഗത്ത് എത്താറില്ല. സന്ധി മയങ്ങുന്നതോടുകൂടി വെയിൽ മാറിക്കഴിഞ്ഞേ എത്താറുള്ളൂ.